അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ ഒരു റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ സൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് മേക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ആ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് കൂടെ ഈ ഒരു ടെംപ്ലേറ്റ് അല്ലാതെ നിങ്ങൾക്ക് വേറെ മ്യൂസിക് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ടിലാണ് അത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്ക് ആ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതാ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇതൊരു പുതിയൊരു റേഷ്യോ ആണ്, നമ്മുടെ ക്യാപ്കട്ടിലും കൂടി ഇല്ലാത്തൊരു റേഷ്യോ ആണ് ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? അപ്പോൾ ഇത് അതിൻ്റെ ടെംപ്ലേറ്റ് ആണ്. ഇനി ഈ ഒരു ടെംപ്ലേറ്റിക്ക് ജസ്റ്റ് നമുക്ക് വേണ്ട ക്ലിപ്സും അതിനനുസരിച്ചിട്ട് ആ ഒരു ഫ്ലവേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നില്ല. ഇതിലേക്ക് എങ്ങനെ ആ ഒരു എഫക്റ്റും ആ ഒരു ഫ്ലവറിനെയും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഫോട്ടോക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരിക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് അത് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ ടെംപ്ലേറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ അടുത്തത് നിങ്ങൾ ആ ഒരു റീലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിലേക്കൊരു വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോക്ക് പകരം ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്കും ഫോട്ടോക്കും സെയിം മെത്തേഡാണ്. ഓവർലേ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവർലേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആര് ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആര് വീഡിയോ ആണ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തപ്പോൾ ഇത്രയ്ക്ക് സൈസ് എനിക്ക് വേണ്ട, ജസ്റ്റ് ഈ ഒരു സൈസ് മതി എനിക്ക്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നെങ്കിൽ ഓട്ടോ റിമൂവൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം റിമൂവൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ആളായതുകൊണ്ട് ഓട്ടോ റിമൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കളർ ആയിട്ടുള്ള ഇതിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാച്ചുറേഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ബ്രൈറ്റ്നസ്സും ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഷാർപ്പ്നെസ്സും അതുപോലെ ക്ലാരിറ്റി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഇതിലേക്കൊരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ നേരത്തെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തല്ലോ അവിടെ പോയിട്ട് ഈ ഒരു കസ്റ്റം റിമൂവൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ട്രോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോക്ക് ഈ ഒരു കട്ട് ചെയ്തേക്ക് സ്ട്രോക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതിൽ ഒരുപാട് മോഡൽ സ്ട്രോക്കുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ സ്ട്രോക്കാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം അതിൻ്റെ ഈ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടെക്സ്ചർ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാ നോർമൽ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്, പേപ്പർ സുഖം തോന്നില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ കളർ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ടുള്ള ഇതിൽ കളറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് അതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത് ഇവിടെ നമ്മൾ ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയാണോ ആ ഒരു ഫോട്ടോ വെക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു സൂം ഔട്ട് ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി അതല്ല, സൂം ഔട്ടിന് പകരം വേറെ ഇവിടെ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് അപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓരോ ഭാഗങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരും. കാരണം ഒരുപാട് മോഡലുകൾ ഇത് റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്നുണ്ട്, ഓരോ ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഒക്കെ ചെയ്യണത് എങ്ങനെയൊന്ന് കാണിച്ചു തരും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് റീൽസ് ഞാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിത്തെ പോലെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ നിങ്ങളുടെ ഒരു വെക്കണ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു പ്ലേസ് ചെയ്യണതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വല്ല സ്ലൈഡ് എഫക്റ്റോ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ അടിയിൽ ഇങ്ങനെ മേലേക്ക് വരിക കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സ്ട്രോക്ക് ഒക്കെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും വീഡിയോക്ക്. പിന്നെ അതിലടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഈ ഒരു കാണുന്നതാണ് ആ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലാന്നുണ്ടെങ്കിൽ
എൻ്റെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടയ്ക്കോളം ഉണ്ടാവുക, ഉറപ്പില്ല. നിങ്ങൾക്ക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഇടുക. ഈ ഒരു യൂട്യൂബിൻ്റെ ലിങ്കിൽ നമ്മൾ ഡ്രൈവ് ആക്കിയിട്ട് ഇടുമ്പോൾ പ്രശ്നം പറയുന്നത് ഒരുപാട് പേര് ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്കിന് എന്തോ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ആയാൽ മതി. ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ കയറുക, അതിലുണ്ടാവും. ഓക്കെ. അപ്പോൾ അതപ്പോൾ ഞാനിവിടെ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് പോകാൻ വേണ്ടിയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോവാം. ക്രോമാക്കി പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫെദർ ക്ലീനപ്പ് ഒന്ന് കൂട്ടി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണാൻ ഞാനിത് ഇട്ടിക്കണമെന്ന് പറഞ്ഞാൽ 20 അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. 20 ഇട്ടിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്ലവർ കട്ട് ചെയ്ത് കിട്ടും. കണ്ടില്ലേ? പിന്നെ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് എവിടെ വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനി ഒരു ഫ്ലവർ നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോത്തിൻ്റെ പിന്നിലേക്കാണ് എനിക്ക് വേണ്ടത് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ ആ ഒരു കട്ട് ചെയ്ത ഇമേജോ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് ലെയർ പോയിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ പിന്നിലേക്കാണ് ആ ഫ്ലവർ വരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഫ്രണ്ട് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ കണ്ട ആ ഫ്ലവർ ഇപ്പോൾ അത് എൻ്റെ പിന്നിലാണ് വരുന്നത്. കണ്ടോ? പിന്നെ അത് നമുക്ക് വേണ്ട രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തു. കണ്ടോ? പിന്നെ ഇത് നിങ്ങൾക്ക് ഇനി വേറെ ഒറ്റ അടിക്ക് തന്നെ വേറെ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതേ അളവിലിട്ടിട്ട് ജസ്റ്റ് വേറൊരു സ്ഥലത്തും കൂടി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് വേണ്ട ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ ലെയർ പോവുക. എന്നിട്ട് എൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അത് രണ്ടും ഇപ്പോൾ നമ്മുടെ പിന്നിലാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു ഫ്ലവറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആനിമേഷൻ കൊടുക്കാം. ആനിമേഷനിൽ പോയിട്ട് അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫെയ്ഡ് ഇന്നോ അല്ലാന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ഉണ്ട്, സൂം ഇൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആനിമേഷൻ എഫക്റ്റ് ആ ഫ്ലവറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റും. ഔട്ടിന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കണ്ടില്ലേ? ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇനി ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ? അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് പിന്നെ അത് ഫ്ലവർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഫ്ലവർ ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഫ്ലവർ അങ്ങനെ നിന്നിട്ട് പിന്നെ ഫ്ലവർ ഇങ്ങനെ പോണ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലവറിൻ്റെത് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം ആ ഫ്ലവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗം നിങ്ങൾ എടുത്തിട്ട് താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് ഫ്രീസ് ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇത് നേരെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോയിട്ടിടുക. എന്നിട്ട് അത് എടുത്തിട്ട് റിവേഴ്സ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ അത് റിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ? ഇപ്പോൾ കണ്ടോ ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഓരോ ഇതളായിട്ട് വന്നു, കുറച്ച് നേരം നിന്നു. അപ്പോൾ അതിങ്ങനെ റിട്ട് അതേപോലെ തന്നെ പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ ഒരു ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, അത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഫോട്ടോ വരുന്നത് ബാക്കിലെ ഫ്ലവറൊക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങളിങ്ങനെ ഓരോ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ടിൽ നിങ്ങൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു PNG ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിലേക്ക് സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫ്ലവർ അതിൽ നിന്ന് PNG ആക്കിയിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഒരു വൈറ്റ് കളർ ഫ്ലവർ. കണ്ടോ? എന്നിട്ട് ഇതിന് നിങ്ങൾ ഇങ്ങനെ ഓരോ ആനിമേഷൻ എഫക്റ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ അങ്ങനെ ഒരുപാടെണ്ണം ഇപ്പോൾ ഓരോ റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സംഭവം ഇതേപോലെയാണ്. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബാക്കത്തെ ഈ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് പറയുന്നത് ഈ ഒരു സൈസ് കറക്റ്റ് ഈ ഒരു വൈറ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു സൈസ് കിട്ടണം. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റേഷ്യോ ഇല്ലാത്തൊരു ഈ ഒരു ക്യാപ് കട്ടിൻ്റെ റേഷ്യോ ഇല്ലാത്തൊരു സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് താഴെ കൊടുത്തിട്ടുണ്ട്. ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഇമേജ് ഇതിലേക്ക് ക്യാപ് കട്ടിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ? ഇതാണ് ആ സാധനം. എന്നിട്ട് പിന്നെ നിങ്ങൾ ഏത് മ്യൂസിക്കാണോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു മ്യൂസിക്ക് നിങ്ങൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എൻ്റെ പേരുണ്ടാവും സൈഡിൽ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടിയിലേക്ക് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബ്ലാക്ക് കളറിൽ കിട്ടും. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് കളർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് വൈറ്റ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഇതാ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ടെക്സ്റ്റ് കൊടുക്കലാണ്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് പോയിട്ട്
ഞാനിവിടെ എന്താ എഴുതി കൊടുക്കാം, ജോണി എന്ന് എഴുതാം, ജോണി എസ് പപ്പ. ഓക്കെ, എന്നിട്ട് ഫോണ്ട് പോവുക. ആദ്യം സ്റ്റൈലിൽ പോയിട്ട് ഒരു കളർ ആഡ് ചെയ്യുക, വേണ്ട കളർ. എന്നിട്ട് ഫോണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഫോണ്ട് അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു നീണ്ട പോലത്തെ ഉള്ളൊരു ഫോണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. ഓക്കെ, ഇനി ഇതിലേക്ക് സ്റ്റൈലിൽ പോയിട്ട് ഈ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യുക. ഈ ആനിമേഷനിൽ ഇങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഈ ഒരു സ്പീഡ് നിങ്ങൾ നൈസായിട്ട് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി അതല്ല, ഒന്നും കൂടി നൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിറ്റ് ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിങ്ങനെ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു അതിൻ്റെ രണ്ട് ഭാഗം നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുക്കുക. സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ നൈസായിട്ടൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് സൂം കുറഞ്ഞിങ്ങനെ ചെറുതായി വരുന്നൊരു എഫക്റ്റ് ഇടും. കണ്ടോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റ് ആ മ്യൂസിക്കിൻ്റെ ഓരോ ലിറിക്കിനനുസരിച്ച് ഇതേപോലെ എഴുതി കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ഫസ്റ്റത്തെ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ അടുത്ത ലൈൻ ആകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഭാഗം നിങ്ങളിങ്ങനെ ആ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗമാക്കിയിട്ട് നേരെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ബാക്ക്ഗ്രൗണ്ട് പോവുക, എന്നിട്ട് കളർ പോയിട്ട് അത് ബ്ലാക്ക് ആക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ ഇത് വൈറ്റായി, ഇത് ബ്ലാക്കായി. ഇനി ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഇനി ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് വെച്ച് തന്നെ കാണൂല. അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ ഇതിൽ കൊടുന്ന് വെച്ച് എന്നിട്ട് അതിൻ്റെ സ്റ്റൈല് പോയിട്ട് ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ഞാനൊരു വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ ഞാനിതാ ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനൊരു ചെറിയൊരു സൂമിൻ്റെ ഒരു ട്രാൻസിഷൻ കൊടുക്കുക. അപ്പോൾ അതാ അതിനൊരു ചെറിയൊരു സൂം ട്രാൻസിഷൻ കൊടുക്കുക കേട്ടോ. ഇത് നോർമലി വെച്ചു. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ നൈസായിട്ടൊന്ന് കൂട്ടി കൊടുക്കും. ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ വെക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൂം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുള്ളൂ കൂട്ടി കൊടുക്കുന്നു. അത് കറക്റ്റ് സെൻറ്ററാക്കി കൊടുത്തു. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ഒരുപാട് ടെക്സ്റ്റിൻ്റെ ആനിമേഷൻസുകളുണ്ട്. പിന്നെ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ തന്നെ നിങ്ങൾ വേറെ ടെക്സ്റ്റ് വരുന്നോ അതിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് ആ ടെക്സ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലെ ഇതേപോലെ കൊണ്ടുപോയി വെക്കുക. അത്രേ ഉള്ളൂ. ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇതേപോലെ ഈ കീ ഫ്രെയിം കാര്യങ്ങളും അതിന് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആനിമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതും അവിടെ റെഡിയാവും. അപ്പോൾ ഇത് ചെയ്യാൻ വലിയ റിസ്ക് ഒന്നുമില്ല. ആ ഒരു കറക്റ്റ് മ്യൂസിക്കിനെ ലിറിക്കിനനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ ആനിമേഷൻസ് മാറ്റി കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കളറും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അതവിടെ റെഡിയാവും. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കുമ്പോൾ കാണാം ഒരു കൈ ഇങ്ങനെ നമ്മളെ പണ്ടത്തെ നോക്കിയൻ്റെ പരസ്യത്തെ പോലെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഞാൻ എനിക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓവറിൽ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവറിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതാ ഈ ഒരു സാധനം അത് ഇതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൈയിൻ്റെത് ഈ ഒരു വീഡിയോയിൽ കിട്ടും. കണ്ടോ? ഒരു കൈയിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടതിൽ കണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യാൻ. ഇതല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഉണ്ടാവും. അതാണ് ഈ സാധനം. കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 2-3 ഫോട്ടോ വെച്ചിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഒന്നും കൂടി ഏകദേശം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നാണ് ക്ലിയർ ആകും. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് വരുന്നത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് കൊടുത്തതാണ്. അത് ഞാനൊരു ചെറിയൊരു ഞാൻ കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്തിട്ട് ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ വൈപ്പ് എന്നുള്ള ഈ ഒരു ആനിമേഷൻ എഫക്റ്റ് കൊടുത്തിട്ട് ചെറിയൊരു പേപ്പർ എഫക്റ്റ് പോലത്തത്. അപ്പോൾ എന്നിട്ട് ഞാൻ നൈസായിട്ട് ഈ ഒരു ഭാഗത്തിന് ഇതേപോലെ കീ ഫ്രെയിം കൊടുത്തിട്ട് ഫസ്റ്റ് കീ ഫ്രെയിം ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഏകദേശം ഇതും അങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ അടിയിൽ നിന്ന് കട്ടൗട്ട് ആനിമേഷൻ കൊടുത്തിട്ട് ഞാൻ പേപ്പർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഞാനിവിടെ ഈ ഒരു ഫ്ലവർ വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിന് ഞാൻ അങ്ങനെ കീ ഫ്രെയിം കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങോട്ട് കൊടുക്കുന്നു. കണ്ടില്ലേ? പിന്നെ എല്ലാ ഫോട്ടോസും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത് അറിയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് നൈസായിട്ട് ഒന്ന് നോക്കിക്കോ, ഒരു ചെറിയൊരു മെല്ലെ ഇങ്ങനെ ഷെയ്ക്ക് ആവണത്. അതിൻ്റെ ഒരു ഫോട്ടോ ശ്രദ്ധിച്ചോട്ടോ, ചെറിയൊരു ഷെയ്ക്ക് വരുന്നുണ്ടോ. അപ്പോൾ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാം. നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് നൈറ്റ് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു റീബൗണ്ട് സ്വിങ് ആ ഒരു റീബൗണ്ട് സ്വിങ് എന്നുള്ള എഫക്റ്റ് ആണത്. ചെറിയൊരു ഷെയ്ക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു ആടുന്ന പോലെ ഒരു എഫക്റ്റ് ആണത് റീബൗണ്ട് സ്വിങ് എന്നുള്ളത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണ എല്ലാ ഫോട്ടോസിക്കും പിന്നെ ആ വീഡിയോസിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക, റീബൗണ്ട് സ്വിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് പിന്നെ ചെയ്തത് പറഞ്ഞാൽ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിത്തിങ് എൽസ് എന്നുള്ള ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നോർമലി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എനിത്തിങ് എൽസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ അതിലടുത്ത് പിന്നെ ഒന്ന് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഈ ഒരു സ്റ്റൈലിൽ പോയിട്ട് ഞാൻ ഇതിൽ ഈ ഒരു സ്പേസിങ് എന്നുള്ളത് പോയിട്ട് ഞാൻ ഈ ഒരു ക്യാരക്ടർ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓരോ അക്കങ്ങളും ഇങ്ങനെ കുറച്ച് വ്യത്യാസത്തിൽ വരും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോട്ടോത്തിൻ്റെ പിന്നിലാണ് ആ ടെക്സ്റ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ലെയർ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഇതേപോലെ ലെയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടപ്പോൾ ആ ടെക്സ്റ്റ് എൻ്റെ പിന്നിലായി. അപ്പോൾ ഇനി ടെക്സ്റ്റിനെ ഞാൻ എൻ്റെ ഫ്രണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ട് കിട്ടാതെ ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. ഞാൻ ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് പറയുന്നത് ആദ്യം ഇങ്ങനെ ചെറുതെന്ന് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വിരിഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അതിനെങ്ങനെ അടിയിക്ക് തന്നെ പഴയ അവസ്ഥയ്ക്ക് പോണ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞൊരു ഫ്രെയിമാണ്. നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒരു കർവായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഫ്രെയിം ഇതിലേക്ക് ആഡ് ചെയ്തതാണത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ഫ്രെയിമാണ്, ഇങ്ങനൊരു ഫ്രെയിമാണിത്. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇത് ടെലഗ്രാമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിന് ഞാൻ അതേപോലെ ഇതിലേക്ക് ഫില്ലാക്കി കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഫില്ലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രെയിം കറക്റ്റ് അതിൽ ഫില്ലായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം ഒരു എഡ്ജ് ഇങ്ങനെ കർവായിട്ടുള്ളത് പോലെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് അങ്ങനെ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പണിയുള്ളൂ, ഈസി ആയിട്ട് നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.